മൈക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞാൻ കണ്ടു. ഒരു മൈക്ക് ഞാൻ വാങ്ങിയിരുന്നു, പക്ഷേ അത് അത്ര പെർഫോമൻസ് ഇല്ല. കണക്ട് ചെയ്തിട്ട് ഉദ്ദേശിച്ച പെർഫോമൻസ് കിട്ടിയില്ല. ഞാനത് റീഫണ്ട് കൊടുത്തു. പകരം DJIയുടെ ഒരെണ്ണം ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഒരു 26-ാം തീയതിയാണ് അത് കയ്യിലെത്തുക. അപ്പോൾ അതുവരെയുള്ള വീഡിയോകൾക്ക് ഒരു കുറവുണ്ടാകും, ക്ഷമിക്കുക. ഇന്ന് റിവ്യൂ ചെയ്യാനുള്ളത് അഫ്നാൻ 9PM എലിക്സർ. 1-2 ആൾക്കാർ അവർ വാങ്ങി ഉപയോഗിച്ചിട്ട് എനിക്ക് മസ്റ്റായിട്ട് വാങ്ങണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടൊരു പെർഫ്യൂമാണ് 9PM എലിക്സർ. ഞാൻ വാങ്ങി 2 ദിവസം എൻ്റെ കയ്യിലെത്തിയിട്ട് ട്രൈ ചെയ്ത് 2 വാങ്ങി. ഒരെണ്ണം പൊട്ടിച്ചടിച്ച് നോക്കി. ഇന്നലെയും രാവിലെയും രാത്രി അടിച്ച് നോക്കി. പെർഫോമൻസും കാര്യങ്ങളൊക്കെ പറയണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ബോക്സ് ഒരു ബ്രൗൺ പാറ്റേൺ വരുന്നൊരു ബോക്സ്, കട്ടിയുള്ള ബോക്സിലാണ്. കുഴപ്പമൊന്നുമില്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ കോൺസെൻട്രേഷൻ വരുന്നത് എലിക്സറാണ്. പെർഫ്യൂം ഇൻറ്റൻസ്, അതിനർത്ഥം സ്ട്രോങ് ആയിരിക്കും, ലോങ്ജിവിറ്റി, ലാസ്റ്റിങ് കുറേ നേരം ഉണ്ടാവും. ഇനി അൺബോക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. പിറകിൽ അഫ്നാൻ്റെ ലോഗോയും കാര്യങ്ങളും ഇൻഗ്രീഡിയൻറ്റും കാര്യങ്ങളും ബാച്ച് കോഡും ഇത്രയേ ഉള്ളൂ. അൺബോക്സ് ചെയ്യുമ്പോൾ ഇവിടെയാണ് നോട്ടും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. ഇവിടെയും സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ വരുന്നത് അഫ്നാൻ്റെ ഒരു സെയിം 9PM ആ ലൈനപ്പിൽ വരുന്ന ഒരു ബോട്ടിൽ ഡിസൈൻ തന്നെയാണ്. ക്യാപ്പ് ഭാരമുള്ള ക്യാപ്പാണ്, കട്ടിയുള്ളൊരു കരിമ്പാറ പോലുള്ള ഒരു ക്യാപ്പ്. ടോപ്പ് നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് നട്ട്മെഗ്, എലമി, കാർഡമം, പിന്നെ പാപ്രിക്ക, ലാവൻഡർ, ലെതർ, പിന്നെ പച്ചൂളി, വാനില, ഇതൊക്കെയാണ് നോട്ടായിട്ട് വരുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ട്രൈ ചെയ്തു ഓൾറെഡി. ഇപ്പോഴും എൻ്റെ ഷർട്ടിൽ അടിച്ചിട്ടുണ്ട്. അത് അടിക്കേണ്ടി വന്നിട്ടില്ല. സ്പ്രെയർ നല്ല സ്പ്രെയറാണ്. ഇത് ട്രൈ ചെയ്തപ്പോൾ കിട്ടുന്ന മണമെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും കിട്ടുന്നത് നല്ലൊരു സിനമൺ, വാനില, കാർഡമം, നല്ല വാനിലയുടെ മണമുണ്ട്. അതുപോലെ തന്നെ സിനമൺ, പക്ഷേ സിനമണിൻ്റെ നോട്ട് കൊടുത്തിട്ടില്ല, അത് കിട്ടുന്നുണ്ട്. ഹെവി സിനമൺ സ്മെല്ലുണ്ട്. ഒപ്പം ലാവൻഡർ പൂക്കളുടെ ഒരു മണം. പക്ഷേ ഇതിനകത്ത് ലാവൻഡറിൻ്റെ മണം ഒരു ഐറിസ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ഈ ഡിയർ ഹോം ഇൻറ്റൻസിലൊക്കെ ചേർത്തിരിക്കുന്ന ഐറിസ് ഇല്ലേ, പ്രാഡാലോമിലൊക്കെ ചേർത്തിരിക്കുന്ന, പ്രാഡാലോം ഇൻറ്റൻസിലൊക്കെ ചേർത്തിരിക്കുന്ന ഒരു തരം ഐറിസിൻ്റെ സ്മെല്ല്, ഒരു ക്ലീൻ ഐറിസ് സ്മെല്ല്. ഐറിസിൻ്റെ മണമുണ്ട്, ലാവൻഡറുണ്ട്. അതുപോലെ തന്നെ ഏലക്കയുടെ മണമുണ്ട്, അത് കിട്ടുന്നുണ്ട്. ഏലക്കയുടെ മണം കിട്ടുന്നുണ്ട്, സിനമണും കിട്ടുന്നുണ്ട്, ജാതിക്ക, നട്ട്മെഗ്, അതിൻ്റെ മണമുണ്ട്. ഇപ്പോൾ ടോപ്പ് നോട്ടിൽ സ്വീറ്റ് സ്പൈസി സ്മെല്ലാണ് നമ്മുടെ JPG ലെമേൽ എലിക്സർ അബ്സലു. JPG ലെമേൽ എലിക്സർ അബ്സലുവിൻ്റെ മണവും. അതുപോലെ തന്നെ വേറെ ഏതാ, അസാറോ വാണ്ടഡ് ബൈ നൈറ്റും JPG ലെമേൽ എലിക്സറിനും ഒരു കുട്ടി ഉണ്ടായാൽ എന്ത് മണമായിരിക്കും, അതാണ് ഈ സാധനം. സോ നിങ്ങൾക്ക് അസാറോ വാണ്ടഡ് ബൈ നൈറ്റ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. JPG ലെമേൽ എലിക്സർ സൂപ്പർ പെർഫ്യൂമാണ്, അവാർഡൊക്കെ തൂക്കിയ പെർഫ്യൂമാണ്. സോ അതുകൊണ്ട് ഈ 2 പെർഫ്യൂമും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയാം. അതായത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്ന ഈ പെർഫ്യൂംസ് ഒക്കെ, ഇങ്ങനെ ഉള്ള പെർഫ്യൂംസ് ഒക്കെ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി പെർഫ്യൂംസ് ഒക്കെ, അവരെ കൊണ്ട് കഴിവിന് പരമാവധി ഈ സിന്തറ്റിക് ആയിട്ടുള്ള നോട്ടുകൾ മാക്സിമം ഒരു എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ആളുകളുടെ പരാതികളും ഒക്കെ മനസ്സിലാക്കി ഫീഡ്ബാക്ക് ഒക്കെ തിരിച്ചറിഞ്ഞ് അവർ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കൃത്രിമത്വം നിറഞ്ഞ മണങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കഴിവതും ഒറിജിനലിനോട് പറ്റാവുന്നത്ര നീതി പുലർത്തിക്കൊണ്ട് ഇറക്കുന്നുണ്ട്. എനിക്കിത് ട്രൈ ചെയ്തപ്പോൾ ഇതിൻ്റെ ജ്യൂസിൻ്റെ ക്വാളിറ്റി അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. എനിക്ക് തോന്നുന്നില്ല ഇതൊരു ഇൻസ്പയർഡ് പെർഫ്യൂം ആണെന്നോ അല്ലെങ്കിൽ ഈ 2ന്റെ ക്ലോൺ ആണെന്നോ എനിക്ക് പറയാൻ താല്പര്യമില്ല. ഇത് ഒറ്റയ്ക്ക് തന്നെ നിർത്തിയാൽ പോലും ഒരു സ്റ്റാൻഡ് എലോൺ ആയിട്ട് ഒരു വേറൊരു പെർഫ്യൂമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ഇൻസ്പയർഡ് പെർഫ്യൂം ആണെന്നുള്ളൊരു ഫീലേ ഇല്ല. അത് അങ്ങനെ ഒരു മനസ്സിലൊരു തോന്നൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. കാരണം നമ്മൾ പലർക്കും ഒറിജിനൽ പെർഫ്യൂം വാങ്ങാൻ, അതായത് 20,000 അല്ലെങ്കിൽ 10,000, 8,000 രൂപ മുടക്കി ഒരു പെർഫ്യൂം വാങ്ങാൻ പറ്റാത്തവർക്ക്, ഡിസൈനർ പെർഫ്യൂമുകൾ, നീഷ് പെർഫ്യൂമുകൾ അങ്ങനെ വാങ്ങാൻ പറ്റാത്തവർക്ക് ഈ ഇൻസ്പയർഡ് പെർഫ്യൂമുകൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാവും, എന്തൊക്കെയാണെങ്കിൽ ഒറിജിനൽ അല്ലല്ലോ, അതിൻ്റെ ഇൻസ്പയർഡ് അല്ലേ, ഒറിജിനൽ വാങ്ങാൻ പറ്റിയില്ലല്ലോ, ആ ഒരു നിരാശ ഉള്ളിൽ എപ്പോഴും കാണും. അപ്പോൾ എനിക്കിത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ല. സത്യത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം നല്ല ക്വാളിറ്റിയുള്ള മണം, നല്ല ക്വാളിറ്റിയുള്ള ജ്യൂസ്. അതെ, അത് മാത്രമല്ല ഈ പൊതുവെ ഇങ്ങനെയുള്ള പെർഫ്യൂംസിന് കുറെ കഴിയുമ്പോൾ ആദ്യം അടിച്ച മണം എന്താണോ അത് തന്നെയാണ് ബേസ് നോട്ടിലും ഡ്രൈ നോട്ടിലും കിട്ടുന്നത്. പക്ഷേ ഇത് ട്രൈ ചെയ്തപ്പോൾ അതല്ല. ടോപ്പ് നോട്ടിലുള്ള മണങ്ങൾക്ക് വ്യത്യാസം മിഡിൽ നോട്ടിലേക്ക് കയറുമ്പോൾ വരുന്നുണ്ട്. സോ അത് നോട്ടിൽ ഒരു ട്രാൻസിഷൻ സംഭവിക്കുന്നുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എലിക്സർ പെർഫ്യൂം ഇൻറ്റൻസ് വേർഷൻ പരമാവധി സിന്തറ്റിക് സ്മെല്ലൊക്കെ ഒഴിവാക്കി നിങ്ങൾ ഒരു 8,000 രൂപയ്ക്ക് ഒരു ഡിസൈനർ പെർഫ്യൂം അടിച്ചതുപോലുള്ള ഒരു ഫീൽ, ആ ഒരു കംഫർട്ടബിൾ, മനസ്സിന് ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു ഫീൽ ഈ പെർഫ്യൂമിൽ എനിക്ക് ട്രൈ ചെയ്തപ്പോൾ കിട്ടി. സത്യമായിട്ടും ആത്മാർത്ഥമായിട്ടും പറയണം. അത് നിങ്ങൾക്ക് ഈ പെർഫ്യൂം ട്രൈ ചെയ്യുമ്പോൾ പിടി കിട്ടും. എങ്ങനെയാണോ JPG ലെമേൽ എലിക്സറിന്റെ ആ ഒരു ഒറിജിനൽ ക്വാളിറ്റി നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയത്, അതേപോലെ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഇതിൽ കിട്ടും. ഒരു ഇൻസ്പയർഡ് പെർഫ്യൂം ആണെന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ ഒരു ഇൻസ്പയർഡ് പെർഫ്യൂം അല്ല കേട്ടോ അത്, കാരണം ഇതൊരു സ്റ്റാൻഡ് എലോൺ നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ്. പ്രത്യേകം ഒരു പെർഫ്യൂമറെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു പെർഫ്യൂമാണ്. ആ DNA കോപ്പി അടിച്ച് ചെയ്തതല്ല. ഞാൻ പറയുന്നത് JPG ലെമേൽ എലിക്സർ അബ്സലു
ഡോൾച്ചൻ ഗബാന ദി 1 EDP, വൈസ് ലാന്യു ഡെലോം, അസാറ വാലറ്റ് ബെനറ്റ്, ഈ ഒരു DNA ചേർന്ന് വരുന്ന ഒരു DNA ആണ്. ഇത്രയാണ് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. ഹൈ ക്വാളിറ്റി ജ്യൂസ്, നല്ല മണം. ഇനി ഇതിന്റെ ലോങ്ജിവിറ്റി ഇത് എലിക്സർ ആയതുകൊണ്ട് ഒരു ഭയങ്കര ലോങ്ജിവിറ്റി. എനിക്ക് തോന്നുന്നു ഒരു 9 മണിക്കൂർ 10 മണിക്കൂറൊക്കെയാണ് ഇതിന്റെ ലോങ്ജിവിറ്റി വരുന്നത്. ഒരു പ്രശ്നവുമില്ല. പെർഫോമൻസിൽ അപാര പെർഫോമൻസ്. അത് നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ ആദ്യം വാങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു മാസറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി സ്ട്രോങ് ആണ്, പെർഫോമൻസും ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 8 സ്പ്രേ അടിച്ചാൽ നിങ്ങൾക്ക് ഒരു 9 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ ലോങ്ജിവിറ്റി ഉണ്ട്. ആദ്യത്തെ 4 മണിക്കൂർ വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, എക്സ്ട്രീംലി സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട്. ഓവർ പവറിംഗ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊജക്ഷൻ ഉണ്ട്. നമ്മളൊരു റൂമൊക്കെ ഫില്ല് ചെയ്യുന്ന രീതിയിലാണ്. മണം പെട്ടെന്ന് പരക്കുന്നുണ്ട്. സോ പ്രൊജക്ഷൻ സ്ട്രോങ് ആണ്. ഇനി ഇതിൽ ലാവൻഡറിന്റെ നോട്ട് ചേർത്തിരിക്കുന്നത് കൊണ്ട്, ഐറിസിന്റെ ഒരു നോട്ട് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഓഫീസ് ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഓഫീസിൽ ധൈര്യമായിട്ട് അടിച്ചിട്ട് പോകാം. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഓഫീസിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ്. കോംപ്ലിമെന്റ് കിട്ടും, ഉറപ്പായിട്ടും കോംപ്ലിമെന്റ് കിട്ടും. അർമാനി സ്ട്രോങ് വിത്ത് യു, അല്ലെങ്കിൽ അസാറ വാലറ്റ് ബെനറ്റ്, JPG ലെമൺ ലിലിക്സ്, ഇതൊക്കെ കോംപ്ലിമെന്റിന്റെ കാര്യത്തിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള പെർഫ്യൂമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. സോ അതുകൊണ്ട് തന്നെ ആ സെയിം DNA ആയതുകൊണ്ട്, അവന്മാരുടെ ആ ഒരു തറവാട്ടിൽ നിന്ന് വന്നതുകൊണ്ട്, ആ ഒരു പാരമ്പര്യത്തിലുള്ളതുകൊണ്ട് കോംപ്ലിമെന്റിന്റെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കോംപ്ലിമെന്റ് കിട്ടും, പെർഫോമൻസും ഉണ്ട്, ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷനും ഉണ്ട്. എല്ലാത്തിനും പുറമെ 3500 രൂപ താഴെയാണ് ഇതിന്റെ റേറ്റും വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ജ്യൂസ് എല്ലാം ഉണ്ട്, പെർഫോമൻസും എല്ലാം ഉണ്ട്. ഇനി കാലാവസ്ഥ എന്ന് പറയുന്നത് വൈകുന്നേരം രാത്രി ഈ കാലാവസ്ഥയിലാണ് യൂസ് ചെയ്യേണ്ടത്. കോളേജിലുള്ളവർ, പഠിക്കുന്നവർ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യും. കോളേജിലൊക്കെ അടിച്ചിട്ട് പോകാൻ പറ്റിയ പെർഫ്യൂം. പിന്നെ പാർട്ടി, ക്ലബിംഗ്, നൈറ്റ്, അങ്ങനെ ഏത് ഒക്കേഷനിലും യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂമാണ്. ഓഫീസിൽ AC ഉണ്ടെങ്കിൽ AC ഇല്ലെങ്കിലും നിങ്ങൾക്ക് അടിക്കാം. വെയിലത്ത് അടിച്ചിട്ട് പോകാൻ ഞാൻ റെക്കമെൻഡ് ചെയ്തത്. ക്ലോയിങ് ആവും, സ്വീറ്റ് ആണ്, അപ്പോൾ പഴുക്കുന്ന ഒരു മണം വരും. സോ വെയിലത്ത് അടിച്ചിട്ട് നിങ്ങൾ ഇറങ്ങരുത്. ലാസ്റ്റ് ചെയ്യാത്തതുകൊണ്ടെന്നല്ല ഞാൻ പറയുന്നത്, വെയിലത്ത് മധുരമുള്ള മണം അടിച്ചിട്ട് പോകാൻ പാടില്ല. അതൊരു അലിഖിത നിയമമാണ്, അത് ചെയ്യരുത്. അടുത്തിരിക്കുന്നവർക്ക് അതൊരു സ്വീറ്റ് ആയിട്ടുള്ള നോട്ട് കുറച്ചും കൂടെ സ്വീറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഓഫീസിൽ യൂസ് ചെയ്യുക. കോംപ്ലിമെന്റ് കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് അടിച്ചോ. ഇത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, മണം കൂടെ തന്നെ നിൽക്കും. സോ പെർഫോമൻസിലും ഒക്കെ എല്ലാം കൊണ്ട് 3500 രൂപയ്ക്ക് അല്ലെങ്കിൽ അതിൽ താഴെ അടിപൊളി ഒരു പെർഫ്യൂമാണ് JPG 9PM എലിക്സർ. വാങ്ങിയൊരു നിരാശരാവത്തില്ല. ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. 10 ml ഡീക്കൺ ഉണ്ട്. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ഫുൾ ബോട്ടിൽ വർത്താണോ ഇല്ലയോ എന്നുള്ളത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ തീരുമാനിക്കുക.